ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എന്തെങ്കിലും ഒരു ക്ഷേമകാര്യം അവർ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ആശാമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു. നമ്മൾ സ്വാഗതം ചെയ്യല്ലേ. 25 രൂപ പാചക തൊഴിലാളികൾക്ക് ഡെയിലി വെൽ ആൻഡ് ഗുഡ്. പണ്ട് 100 രൂപ വെച്ചൊക്കെ കൂട്ടാറുണ്ട്. ചെറിയ തുകയാണ് അവർക്ക് ഇപ്പോഴും കിട്ടുന്നത്. എങ്കിലും 25. അപ്പോൾ അത്തരത്തിലൊരു കാര്യം ചെയ്താൽ അതിനെയൊന്നും പരിഹസിക്കാനോ വ്യാജമെന്ന് വിളിക്കാനോ ഒന്നും എന്നെപ്പോലുള്ള ഒരു പൊതുപ്രവർത്തകനില്ല. ബഹുമാനപ്പെട്ട ശ്രീ CP ജോൺ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. നല്ലത് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. UDFന്റെ കാലത്ത് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ച തുക 10,700 കോടി രൂപയാണ് 5 വർഷം കൊണ്ട്. LDFന്റെ കാലത്ത് ഇപ്പൊ 10 വർഷത്തിലേക്ക് കടക്കുമ്പോൾ 90,000 കോടി രൂപയിലധികം ഇതേ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അന്ന് ക്ഷേമ പദ്ധതികൾ ഗുണം കിട്ടിക്കൊണ്ടിരുന്നവരുടെ ഇരട്ടിയിൽ അധികം ആളുകൾക്ക് ഇപ്പോൾ ഗുണം കിട്ടുന്നു. ഈ യാഥാർത്ഥ്യം അങ്ങ് അംഗീകരിച്ചു. പല UDF നേതാക്കന്മാരും ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. 1 രൂപ പോലും ക്ഷേമ പദ്ധതികളുടെ പേരിൽ കുടിശ്ശികയുമില്ല. അതുകൊണ്ട് കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ വലിയ വ്യത്യാസം, എണ്ണത്തിലും തുകയിലുമുള്ള വലിയ വ്യത്യാസം ജനങ്ങൾക്ക് ബോധ്യമുണ്ട് എന്നതാണ് ഇപ്പൊ സൂചിപ്പിക്കാനുള്ളത്. മറ്റു ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. അത് വർദ്ധിപ്പിച്ച് ഇപ്പൊ 9,000 രൂപയാക്കി മാറ്റി. ഇപ്പൊ 1 മാസം മുമ്പ് 1000 രൂപ വർദ്ധിപ്പിച്ചു. ഇന്ന് 1000 രൂപ വർദ്ധിപ്പിക്കുമ്പോൾ ഓണറേറിയം 9,000. രാജ്യത്ത് ഇത്രയും ഓണറേറിയം കിട്ടുന്ന ഇൻസെന്റീവും ഓണറേറിയം വെച്ച് നോക്കുമ്പോൾ 10,000-15,000 രൂപയായി. അത്രയും വർധനവ് കിട്ടുന്ന ഒരു സാഹചര്യം മറ്റൊരിടത്തും ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ്. DAക്ക് വേണ്ടി ഇത്ര കാലം സർവീസ് സംഘടനകൾ, എല്ലാ സംഘടനകളും സമരം ചെയ്യേണ്ട ഒരു സാഹചര്യം ഇതിനു മുൻപ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബഹുമാനപ്പെട്ട ജീവനക്കാരുടെ സംഘടനയുടെ നേതാവ് മനസ്സിലാക്കേണ്ടത്, കോവിഡിന്റെ ഏറ്റവും ദുരന്ത കാലഘട്ടത്തിൽ പോലും ശമ്പള വർധനവ് ഏറ്റവും ഗംഭീരമായി നടപ്പാക്കിയ ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. അത് നമുക്കറിയാം. തകർന്ന് തരിപ്പണമായി കിടക്കുകയായിരുന്നല്ലോ. എല്ലാ വരുമാനവും തകർന്ന്, GDP ഒക്കെ തകർന്ന് തരിപ്പണമാക്കി കിടക്കുന്ന കാലത്തിൽ പോലും നിങ്ങളെ അഡ്രസ് ചെയ്ത് വലിയ വർധനവ് അന്ന് തരാൻ ഗവൺമെന്റിന് കഴിഞ്ഞു. അതുപോലെ DA കുടിശ്ശിക, അപ്പൊ കഴിഞ്ഞ മാസം ഒരു കുടിശ്ശിക തന്നു, ഒരു ഗഡു തന്നു. ഇപ്പോ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തോടൊപ്പം ഒരു ഗഡു, അതുപോലെ തന്നെ മാർച്ചിലോടുകൂടി ഗഡു പൂർത്തീകരിക്കും എന്ന് തന്നെയാണ്. DA കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും എന്ന് തന്നെയാണ്. അവശേഷിക്കുന്ന DA കുടിശ്ശിക മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം എന്ന് തന്നെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും നിരാശപ്പെടേണ്ടി വരില്ല. ഒരു പ്രതിപക്ഷ സംഘടനയുടെ ഭാരവാഹി എന്ന രൂപത്തിൽ അങ്ങേക്ക് ഇത് പറഞ്ഞേ പറ്റൂ എന്നറിയാം. പക്ഷേ ജീവനക്കാരെ എല്ലാം വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ ചെയ്ത ഒരു പ്രത്യേക കാര്യം, നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ ജീവനക്കാരെടുത്ത എഫർട്ടിനെ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ധനകാര്യമന്ത്രി അഭിനന്ദിച്ചിരിക്കുന്നത്. നിങ്ങളെ അഭിനന്ദിക്കുന്ന വാചകങ്ങൾ അങ്ങ് തന്നെ വായിച്ചല്ലോ ഇവിടെ. അതുകൊണ്ട് നിരാശപ്പെടേണ്ടി വരില്ല. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയ ആശയം വച്ചിരിക്കുക. ഇനി നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബജറ്റിന്റെ ചർച്ച വരും. കൃത്യമായി MLA-മാർക്ക്, പ്രതിപക്ഷ MLA-മാർക്കും ഭരണപക്ഷ MLA-മാർക്കും എല്ലാം അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഈ ബജറ്റ് ഏറ്റവും അവസാനം പാസ്സാക്കുമ്പോഴാണല്ലോ ഇതിലെ പൂർണ്ണമായിട്ട് വരിക. അപ്പൊ അതിൽ തന്നെ ചെറിയ മാറ്റങ്ങളും മറ്റു കാര്യങ്ങളും വരും. കൃത്യമായിട്ടുള്ള സാമ്പത്തിക വിദഗ്ധൻ കൂടിയാണ് ഇവിടെ പങ്കെടുക്കുന്ന UDFന്റെ പ്രതിനിധി. അപ്പൊ അതുകൊണ്ട് കൃത്യമായി നമുക്കറിയാം, നമുക്ക് ചർച്ച ചെയ്യാം, പുതിയ ആശയങ്ങൾ വരട്ടെ. ഒരു ആശയം വരുമ്പോഴേക്കും ഞങ്ങൾ അതിനെ എതിർക്കും, ഇതൊക്കെ മൊത്തം പ്രശ്നമാണെന്ന് നമ്മളൊക്കെ വിചാരിച്ചാൽ എങ്ങനെയാ? എത്ര പ്രതിസന്ധി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ പോലും ധനകാര്യ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞത് നമ്മുടെ ഒരു നേട്ടമാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിലും പ്രതിപക്ഷത്തിന്റെ ഒരു പിന്തുണ കിട്ടിയില്ല എന്നതാണ് ഞങ്ങളുടെ വിഷമം. സുപ്രീം കോടതി തന്നെ നിങ്ങൾ പറയുന്നതിൽ മെറിറ്റ് ഉണ്ട്, ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറയുമ്പോൾ പോലും എന്തോ ഉണ്ടല്ലോ, എന്തോ ശരിയാണല്ലോ എന്നെങ്കിലും നിങ്ങൾ നടിച്ചില്ലല്ലോ. എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പൊ ചൂരൽമല മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരെ കേന്ദ്രത്തിന്റെ ഒരു അവഗണനയൊക്കെ പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കടം എഴുതി തള്ളാൻ പറഞ്ഞല്ലോ ഹൈക്കോടതി. ചൂരൽമല മുണ്ടക്കൈയിലെ ദുരന്ത ബാധിതരായ എല്ലാം നശിച്ചുപോയ മരണപ്പെട്ടുപോയവരുടെ കുടുംബം കടം എഴുതി തള്ളാൻ ബാങ്കുകളോട് പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ സെക്ഷൻ 13 അതിന് അധികാരം കൊടുക്കുന്നുണ്ട്. ഒരു 10 തവണയെങ്കിലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. എഴുതി തള്ളിയോ? ഇപ്പൊ ഇന്നലെ മന്ത്രിസഭ തീരുമാനിച്ചു 18 കോടിയിലധികം തുക കടം മുഴുവൻ എഴുതി തള്ളാൻ അത് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. ബാങ്ക് എഴുതി തള്ളില്ലോ, കൊടുക്കണം അവർക്ക്. അത്തരത്തിൽ എത്രയോ പുതിയ തീരുമാനങ്ങളാണ് നമ്മൾ ബജറ്റിന്റെ പുറത്തും എടുക്കേണ്ടി വരുന്ന സാഹചര്യം. ഇതൊക്കെ നല്ല ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് തന്നെയാണ്, ധൈര്യത്തോടെ ഇടപെടുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് വരുമ്പോ കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട. പ്രളയകാലത്ത് 4 ദിവസത്തെ ശമ്പളം ഒന്ന് കടമായി തന്നെ 2 ആഴ്ച കഴിയുമ്പോൾ തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ ആ ഉത്തരവ് കത്തിച്ചതാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഈ കേരളത്തിലെ മൊത്തം വരുമാനത്തിന്റെ 75%, മൊത്തം ചെലവിന്റെ 75% പെൻഷനും ശമ്പളം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കണം. അതുകൊണ്ട് ഈ സിസ്റ്റം തന്നെ വലിയ പ്രശ്നമാണ്, ഇത് നിർത്തണം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിമാർ ആരൊക്കെയാണ്, UDFന്റെ മുഖ്യമന്ത്രി ആരൊക്കെയാണെന്നുള്ള കാര്യവും ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോ എത്ര ആശങ്കകൾ ഉന്നയിക്കാൻ നോക്കിക്കഴിഞ്ഞാലും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത വാക്കു പാലിക്കും. വലിയ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വിമർശിക്കുകയാണ്, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഇവരെ കൊണ്ട് ഇതൊന്നും നിവർത്തിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ധനമന്ത്രി പറയുന്നു, ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കാനുള്ള കാരണം കേന്ദ്ര സർക്കാർ നമ്മളോട് കാണിക്കുന്ന സാമ്പത്തിക വിവേചനമാണ്. എന്ന് വെച്ചാൽ ഖജനാവിന് പ്രശ്നമുണ്ട് എന്ന് ധനമന്ത്രി തന്നെ സമ്മതിക്കുന്നു. പക്ഷേ കാരണത്തെ ചൊല്ലി മാത്രമേ നിങ്ങൾക്കും പ്രതിപക്ഷത്തിനും തർക്കമുള്ളൂ.
നമ്മുടെ ഖജനാവ് ദുർബലവും ദരിദ്രവുമാണെങ്കിൽ ഈ പറഞ്ഞ പരിപാടിയൊക്കെ നമ്മൾ എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുക? ഇപ്പോൾ സ്ത്രീകളുടെ ഈ ക്ഷേമ പദ്ധതിക്ക് വേണ്ടി 3720 കോടി രൂപ മാറ്റിവെക്കുന്ന നടക്കുള്ള വലിയ പ്രഖ്യാപനങ്ങളുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 മാസമായി ട്രഷറി നിയന്ത്രണത്തിലടക്കം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഇത് പൂർണ്ണാർത്ഥത്തിൽ പോസിബിൾ ആണോ? എങ്കിൽ അത് വിശദീകരിക്കാമോ അരുൺ? ഇവിടെ ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴും ആ പദ്ധതിയെ വിമർശിച്ചുകൊണ്ട് അതിന് പണമില്ല, ഇതൊക്കെ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ നടപ്പാക്കേണ്ടി വരും എന്ന രൂപത്തിൽ പല ആക്ഷേപഹാസ്യവും ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപായി പ്രഖ്യാപിക്കപ്പെട്ട പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇന്ന് ബജറ്റ് പ്രസംഗം തുടങ്ങിക്കൊണ്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി 16.32 ലക്ഷം 16,32,000 പേർ വീട്ടമ്മമാരുടെ പെൻഷൻ സ്കീമിൽ രജിസ്റ്റർ ചെയ്തുവെന്നും അവർക്ക് ആദ്യ ഗഡു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തി. ഫെബ്രുവരിയിൽ അവർക്ക് അവരുടെ അക്കൗണ്ടിൽ ആദ്യ ഗഡു വരും. അതുപോലെ തന്നെ യുവജനങ്ങൾ 62,831 പേർ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് ടു കണക്ട് വർക്ക് എന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള പണം അതിൽ അപേക്ഷിച്ചിരിക്കുന്നു. അവർക്ക് പണം ആദ്യ ഗഡു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. അന്നും ഇവർ വിമർശിച്ചത് ഇതൊന്നും നടക്കാൻ പോകുന്ന പദ്ധതിയല്ല, ഇതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി പുതിയ ഗവൺമെന്റ് UDF-ന്റെ വരുമ്പോൾ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് കണ്ടു. ഇതേപോലെ അടുത്ത ഘട്ടത്തിൽ നിരവധി ആക്ഷേപങ്ങളുണ്ട്. ട്രഷറികൾ അടച്ചുപൂട്ടും, അതുപോലെ തന്നെ പെൻഷൻ വിതരണം അവതാളത്തിലാകും, സപ്ലൈകോ തുറക്കില്ല എന്നൊക്കെ ഇതേ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറഞ്ഞ സാഹചര്യത്തിൽ ഇതേ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു സപ്ലൈകോ ഇത്രയും നിറഞ്ഞു കവിഞ്ഞ് ഇരിക്കുന്ന സാഹചര്യം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറവൂര് സ്വന്തം മണ്ഡലത്തിൽ വെച്ച് പ്രസംഗിച്ച് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ പെൻഷൻ ഇടയ്ക്ക് 3-6 മാസത്തോളം കുടിശ്ശിക വരുത്തി വലിയ ആക്ഷേപങ്ങൾ വന്നു. ഇപ്പോൾ ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 1 രൂപ പോലും പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ല. ഈ ഗവൺമെന്റ് വരുമ്പോൾ 600 രൂപയായിരുന്നല്ലോ, അത് 2000 രൂപയാക്കി മാറ്റി. ഈ ഗവൺമെന്റ് വരുമ്പോൾ 32 ലക്ഷം പേർക്കായിരുന്നല്ലോ പെൻഷൻ, ഇപ്പൊ 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്നു. 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 33 ലക്ഷം വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം വരുന്ന യുവജനങ്ങൾക്ക് പെൻഷൻ. അതായത് 1 കോടിയിലധികം പേർക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധയും കരുതലും എത്തുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നെ എന്നും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ബഹുമാനപ്പെട്ട CP ജോൺ അടക്കം ഇവിടെ ഉണ്ടല്ലോ, കടം ശ്രീലങ്കയാകാൻ പോകുന്നു, കടമെടുത്ത് കൂട്ടുക. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം ഏറ്റവും കടമുള്ള സംസ്ഥാനങ്ങളിൽ 18ാം സ്ഥാനത്താണ് നമ്മളെക്കാൾ കൂടുതൽ 17 സംസ്ഥാനമുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് പട്ടികയിൽ. ഗവർണർ തന്നെ നയപ്രഖ്യാപനം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ അത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? A പ്ലാൻ, B പ്ലാൻ, C പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ സമയത്ത് അവതരിപ്പിച്ചു. ഇപ്പൊ ഇവിടെ ഒരു പാരഗ്രാഫ് വായിച്ചു. എങ്ങനെയാണ് നമ്മൾ ഈ കേന്ദ്ര വിഹിതത്തിലുള്ള വെട്ടിക്കുറവ് പരിഹരിക്കാൻ കേന്ദ്രം ഒന്നും ചെയ്തില്ല, മറ്റൊരു തരത്തിലും നികുതി അന്യാധീനമായിട്ട് ജനങ്ങളുടെ മേൽ ഏർപ്പെടുത്തിയില്ല. പിന്നെ നമ്മൾ എങ്ങനെ ട്രഷറി പൂട്ടാതെ സപ്ലൈകോ നിറഞ്ഞു കവിയുന്ന പെൻഷൻ കുടിശ്ശികയൊക്കെ വിതരണം ചെയ്ത് പുതിയ പദ്ധതിയായിട്ട് യുവജനങ്ങൾക്ക് പെൻഷനും വനിതകൾക്ക് പെൻഷൻ അടക്കം കൊടുക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയത് എങ്ങനെയാണ്? അത് നികുതി വരുമാനവും നികുതിയിതര വരുമാനവും കൃത്യമായി ശേഖരിക്കുന്ന കാര്യത്തിൽ നടത്തിയ കൃത്യമായിട്ടുള്ള ധനകാര്യ മാനേജ്മെന്റ് തന്നെയാണ്. ഒരു ആഷ്പോഷും കാണിച്ചില്ല, ഒരു വലിയ പരസ്യവും കാണിച്ചില്ല, മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്ത് കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് മികച്ച രീതിയിൽ മുന്നേറുന്നു എന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ അവസാനത്തെ 3 മാസം കടമെടുപ്പ് തോതനുസരിച്ച് കൃത്യമായിട്ടുള്ള GDP-യുടെ 3% അനുസരിച്ച് തന്നെ 12,000 കോടി രൂപ നമുക്ക് എടുക്കാം കടം. അത് 6,000 കോടിയായിട്ട് വെട്ടിക്കുറച്ചു. കാരണം ഫിനിഷിംഗ് സമയത്ത് ഗവൺമെന്റിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രതിസന്ധിയെയും നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തെയും അഡ്രസ് ചെയ്യുന്ന, സമൂഹത്തിലെ എല്ലാ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കരുതലോടെ ശ്രദ്ധയിലെടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യുന്ന ഒരു ബജറ്റ് തന്നെയാണ്. ധനകാര്യമന്ത്രി പറഞ്ഞു ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രഖ്യാപിക്കുക, ആ പ്രഖ്യാപിച്ച കാര്യങ്ങൾ സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കുക, അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരു തുടർച്ച ഉണ്ടാക്കുക. ഇപ്പോ നമുക്കറിയാം തുടർച്ചയായി 10ാമത്തെ ബജറ്റാണ് ഇത് അവതരിപ്പിച്ചത്. അങ്ങനെ ഒരു ചരിത്രം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ തുടരണമെങ്കിൽ ഇടതുപക്ഷം തന്നെ തുടരണം എന്ന ബോധ്യത്തിലേക്ക് കേരളത്തിന്റെ ജനങ്ങൾ മാറിയിരിക്കുന്നു. കാരണം ഇപ്പൊ വിഴിഞ്ഞം 17 വർഷം മുമ്പേ പൂർത്തീകരിക്കുകയാണ്. ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു പദ്ധതി പൂർത്തീകരിക്കുന്നുണ്ടോ? 2015 തുടങ്ങി 2045 പൂർത്തീകരിക്കാൻ 30 വർഷത്തെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടെ പോകുന്നു. അത് 13 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിയണമെങ്കിൽ നമുക്കറിയാം കേന്ദ്രം തന്ന 10%, അതിൽ തന്നെ കടം പറഞ്ഞത് വയബിലിറ്റി ഗ്യാപ്പ് കൊണ്ട് സംസ്ഥാനം മുടക്കിയ തുക എത്രയാണ്, അതുപോലെ അദാനി മുടക്കിയ തുക എത്രയാണ് ഒക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്താണ്. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? അപ്പൊ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5,580 കോടി രൂപയല്ലേ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു കൊടുത്തേ? 28 സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അതിൽ 27 സംസ്ഥാനത്തിലും നയാ പൈസ മറ്റൊരു സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടില്ലല്ലോ. എല്ലാം ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റ് അല്ലേ. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമല്ലേ. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇപ്പൊ പൊതുവിദ്യാഭ്യാസ എച്ചത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യരംഗത്തുള്ള കെട്ടിടത്തിന്റെ കാര്യത്തിലായാലും ഇപ്പൊ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു ശ്രീ CP ജോൺ പറഞ്ഞു 38,000 മാത്രമാണ് കോടിയാണ് കൊടുത്തിട്ടുള്ളൂ. ആ പണി പൂർത്തീകരിക്കുന്ന ഘട്ടത്തിലാണല്ലോ കൊടുക്കുന്നത്. പല
ഘട്ടമായിട്ടല്ലേ പണം കൊടുക്കുക. അപ്പൊ സ്കൂളിന് പണം അനുവദിക്കുന്നു, ഒറ്റയടിക്ക് 10 കോടി കൊടുക്കുകയല്ലോ. അതിന്റെ തറപ്പണി, അതിന്റെ കൃത്യമായിട്ടുള്ള വാർക്കപ്പണി, തേപ്പ് പണി, അതിന്റെ ആ പണിയുടെ പ്രോസസ് അനുസരിച്ചിട്ടാണ് പണം കൊടുക്കുന്നത്. അപ്പൊ അത് കൊടുക്കാനുള്ള ഇച്ഛാശക്തിയും കൃത്യമായി കിഫ്ബിയുടെ ഭാഗമായി ഓരോ വൻകിട പദ്ധതികളെ പെടുത്താൻ ഇപ്പൊ 100 മേൽപ്പാലങ്ങൾ പണിത വിവരം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 18,000 കിലോമീറ്റർ BNBS റോഡ് പണിതതിനെ കുറിച്ച് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഐസക്കിന്റെ കാലത്തെ ബജറ്റിലെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഫ്ലോട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ. ഒരിക്കലും സർക്കാർ നടപ്പിലാക്കാൻ കഴിയാതെ പോയ, സർക്കാരിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോലും കഴിയാതെ പോയ ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ, ഫണ്ട് അലോക്കേഷനൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതിന് തുടങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ബജറ്റിനെ കുറിച്ചുള്ള ഓഡിറ്റാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബജറ്റ് എന്ന് പറയുന്ന സംഗതി നമുക്ക് എന്തുമാത്രം സൂക്ഷ്മമായി ഓഡിറ്റ് ചെയ്യാൻ പറ്റും? രണ്ടാമത്തേത്, ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ? അതുകൊണ്ട് ഈ ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ ഇവയെല്ലാം ഇലക്ട്രൽ ട്രാൻസ്ലേഷൻ അതിൽ ഉണ്ടാകുമെന്ന് ശരിക്കും വിചാരിക്കുന്നുണ്ടോ? 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. ഇപ്പോ പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നതാണ്. നമുക്കറിയാം, ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ആ പാർട്ടിയുടെ ബജറ്റിൽ പ്രതിധ്വനിക്കുന്നത് അവരുടെ പ്രകടന പത്രിക തന്നെയാണ്. ഞങ്ങൾ 600 കാര്യങ്ങളാണ് 2016 പ്രകടന പത്രികയായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഇപ്പൊ ഇവിടെ പങ്കെടുക്കുന്ന മറ്റു പ്രതിനിധികൾക്കും അനുഭവമുണ്ടല്ലോ. 5 പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. 600ൽ 590 കാര്യങ്ങൾ പൂർത്തീകരിച്ചു. 2021 ഞങ്ങളുടെ പ്രകടന പത്രിക ഇറങ്ങുമ്പോൾ അതിന്റെ 2ാമത്തെ പാരഗ്രാഫിൽ കൃത്യമായിട്ട് എഴുതി 600ൽ 590 ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു, 10 എണ്ണം പെൻഡിംഗ് ആണ് എന്ന് എഴുതിക്കൊണ്ട് തന്നെയാണ് 2021 പ്രകടന പത്രിക ഇറക്കിയത്. അവിടെ 4 പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിയിരിക്കുന്നു. ആ ബജറ്റിൽ പ്രതിഫലിച്ചു വരുന്നത് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ തന്നെയാണ് മറ്റു രൂപത്തിൽ രാഷ്ട്രീയപരമായിട്ട് തന്നെ പ്രതിഫലിച്ചു വരുന്നത്. അപ്പൊ പൂർത്തീകരിച്ച് മുന്നേറാം. ഇപ്പൊ നമ്മുടെ മുന്നിലുണ്ട് 5 ലക്ഷം ലൈഫ് പദ്ധതിയുടെ വീട് സമർപ്പിക്കുന്നതിന്റെ 5 ലക്ഷം കടക്കുന്നതിന്റെ ഒരു ഉദ്ഘാടനം വരുന്ന ആഴ്ച മുഖ്യമന്ത്രി നടത്താൻ പോകുകയാണ്. 5 ലക്ഷം വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ബജറ്റിൽ ഞങ്ങൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന പണത്തിന്റെ കൃത്യമായിട്ടുള്ള കണ്ടെത്തലും വിനിയോഗവും നടന്നു എന്ന് തന്നെയല്ലേ അതിന്റെ അർത്ഥം? അതുപോലെ തന്നെ നമുക്കറിയാം, ഓരോ സ്കൂളുകൾ 600ഓളം സ്കൂൾ കെട്ടിടങ്ങൾ പുതുതായി പണിതത്, ആശുപത്രികൾ, കൃത്യമായി വസ്തുതകളും എണ്ണവും നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ട്. ഇത്ര ഞങ്ങൾ പണിതിരിക്കുന്നു, അതിന് ഇത്ര മുടക്കിയിരിക്കുന്നു. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വികസന പ്രവർത്തനങ്ങളും റോഡും മേൽപ്പാലങ്ങളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ ചില ബുദ്ധിമുട്ടുകൾ ഇടയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാടെ ഇതെല്ലാം തെറ്റായ കണക്കാണ് എന്ന് ധ്വനിപ്പിക്കരുത്. ചിലപ്പോൾ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അത് അടുത്ത ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടും മറ്റു തരത്തിലും അത് വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുകയാണ്. ഇത് കൃത്യമായിട്ട് ഇച്ഛാശക്തിയോടെ നമുക്ക് ചെയ്യാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ ബജറ്റിൽ വരുന്ന ഇൻകവും എക്സ്പെൻഡിച്ചറും അതിന്റെ വ്യത്യാസം വെച്ചുകൊണ്ട് വൻകിട വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കിഫ്ബിയെ ആശ്രയിച്ചത്. പക്ഷേ കിഫ്ബിയുടെ പ്രവർത്തനത്തെ പോലും അതിൽ ചെലവാകുന്ന തുക കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തി GDPയുടെ 3% എല്ലാ സംസ്ഥാനങ്ങൾക്കും എടുക്കാം എന്ന സാഹചര്യമുള്ളപ്പോഴും അതിൽ ഉൾപ്പെടുത്തി വെട്ടിക്കുറച്ച സാഹചര്യവും ഇപ്പോഴും അതിനൊരു പരിഹാരം കാണാത്തതും നമ്മൾ സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തുന്നതും സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങൾ മെറിറ്റ് ഉണ്ട്, അത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കട്ടെ എന്ന് പറഞ്ഞ് പെൻഡിങ് നിൽക്കുന്നതും ആ ഘട്ടത്തിലൊന്നും UDF ഇതിനൊരു പിന്തുണ കൊടുക്കാത്തതും മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ കോൺഗ്രസ് അടക്കമുള്ള ഗവൺമെന്റുകൾക്ക് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഞങ്ങൾക്കാകാവുന്ന സഹായം ഞങ്ങൾ അവിടെ ചെയ്യുമ്പോഴും ഇവിടെ മുഖം തിരിച്ച സാഹചര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള A പ്ലാനും B പ്ലാനും എല്ലാം കൃത്യമായി നടപ്പാക്കി തന്നെയാണ് ഗവൺമെന്റ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യം, തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ എന്നതാണ്. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ 110 സീറ്റിൽ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം 121 സീറ്റിൽ ഞങ്ങൾ പിന്നിലായിരുന്നു. 121, 19 സീറ്റിൽ മാത്രമേ ഞങ്ങൾ മുന്നേറിയുള്ളൂ. അപ്പൊ ആ ശതമാനവും വോട്ടിംഗ് ശതമാനവും ഒക്കെ എടുത്ത് പരിശോധിക്കുക. 33% വോട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പൊ 49.97% വോട്ടായിട്ട് മാറി. UDFനാണ് ഈ 2.5% വോട്ട് കുറഞ്ഞു, BJPക്ക് 3.5% വോട്ട് കുറഞ്ഞു, ഞങ്ങൾക്ക് 6% വോട്ട് കൂടി. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട മിനി ബജറ്റിന്റെ അടക്കം ഉൾപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പ്രതിഫലനം ഇല്ലായിരുന്നു എന്ന് വിലയിരുത്തേണ്ടതില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച നേട്ടം കിട്ടിയിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഇപ്പൊ 57 സീറ്റിൽ ഞങ്ങൾ ലീഡ് ചെയ്യുന്ന തരത്തിലാണ് പൊളിറ്റിക്കൽ വോട്ട് മാറിയത്. ഇപ്പോ ഈ പ്രഖ്യാപനങ്ങളെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, കാരണം തുടർച്ച വേണം. ഇപ്പൊ ബഹുമാനപ്പെട്ട CP ജോൺ പറഞ്ഞത് 3-4 മാസം മാത്രമുള്ള ഗവൺമെന്റ് എങ്ങനെ ഇത്തരത്തിലൊരു ഫുൾ ബജറ്റ് അവതരിപ്പിക്കും? പ്രതിപക്ഷ നേതാവ് പറയാണ് ഇതൊക്കെ ഒരു പ്രസക്തമല്ല, ഞങ്ങൾ ഇനി പുതിയ ബജറ്റ് അവതരിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അഹങ്കാരത്തിന്റെ ഭാഷയാണ്. ഇത് 2021 തോമസ് ഐസക് 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും ഇതേ വാചകം കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞു. അന്ന് ശ്രീ രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞെങ്കിൽ ഇന്ന് ശ്രീ VD സതീശനാണ് പറഞ്ഞത്. പക്ഷേ ജനങ്ങൾക്ക് ഈ വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ച വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്.